അപ്പോൾ പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി 16-ാം വാർഡിലാണെന്നുണ്ടത്. ഇത് സ്ഥിതി ചെയ്യുന്നത് 16-ാം വാർഡിലാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മേലങ്ങാടി നമ്മുടെ കൽപ്പകഞ്ചേരി ചന്ത നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ആ ചന്തയുടെ ഫ്രണ്ടിലൂടെ വരുന്ന, ആ ചന്ത ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തിൽ മേലങ്ങാടി പള്ളിയുടെ ആ റോഡിലൂടെ താഴോട്ട് ഒരല്പം താഴോട്ട് വന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും റോഡിൻ്റെ സൈഡിലായിട്ട് വിശാലമായ സൗകര്യത്തോടു കൂടെ AP അസ്ലം റീഹാബിലേഷൻ സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ റീഹാബിലേഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ആ വീഡിയോയുടെ തുടക്കം എന്ന നിലക്ക് ഇവിടെ എന്തൊക്കെ രീതിയിലുള്ള സൗകര്യങ്ങളാണ് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു വിശദീകരണമാണ് നമ്മൾ തേടാൻ പോകുന്നത്. അപ്പോൾ ഞാനത് വിശദീകരിക്കാനുള്ളേറെ ഒരു പക്ഷേ ഇവിടെ ഒത്തിരി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസിനും ചുക്കാൻ പിടിക്കുന്ന ഒരാളും കൂടി എൻ്റെ കൂടെ ഉണ്ട്. മാത്രമല്ല നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഫൈസൽ പറവന്നൂരിൻ്റെ ഭാര്യയും കൂടിയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ആയിരിക്കാം ഭർത്താവിൽ നിന്ന് കിട്ടിയ ആ പ്രചോദനം തന്നെ ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് വലിയൊരു സേവനമാണ്, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മേഖല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളും കൂടിയായിരുന്നു. ദീർഘകാലം നമുക്ക് ഇനിയും വേണ്ടിയിരുന്നു അവരുടെ സേവനം. പക്ഷേ നമ്മുടെ നാഥൻ്റെ തീരുമാനങ്ങൾ നമ്മളെല്ലാവരും അംഗീകരിച്ചല്ലേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും നിങ്ങൾ അവരുടെ ഭാര്യയായിരിക്കുന്ന നിങ്ങൾക്കും ഇങ്ങനെ ഒരു സെൻറ്ററിലേക്ക് പ്രവർത്തിക്കാൻ, ഇവിടെ സേവനം ചെയ്യാൻ അങ്ങനെ ഒരു വേദി ഒരുങ്ങിയത്, അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയതിൽ എന്തുകൊണ്ടും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് തന്നെ എനിക്ക് സംസാരിക്കണം എന്നൊരു തീരുമാനം എടുത്തത്. ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഇവിടെ പിന്നെ ഫിസിയോതെറാപ്പിയാണ് മെയിനായിട്ട്. ഓക്കെ. പ്രായമായതുകൊണ്ട് ചെറിയ കുട്ടികൾ മുതലുള്ള സ്ട്രോക്ക് വന്നത് അങ്ങനെയൊക്കെയുള്ള കാരണത്താലാണ് നമുക്ക് ഇങ്ങനത്തെ റീഹാബിലേഷൻ സെൻറ്ററിൻ്റെ സൗകര്യം വേണ്ടി വരുന്നത്, ഫിസിയോതെറാപ്പി വേണ്ടി വരുന്നത്. പിന്നെ ആക്സിഡൻറ്റ് സംബന്ധമായിട്ടും അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ബാക്കിലൊരു ബാനർ, ഈ ബാനർ കാണിച്ചു താഷിമേ, അതായത് വയോജന സ്നേഹവിരുന്ന്. അതായത് പ്രായം ചെന്ന ആളുകൾ വൈകിട്ടൊരു സമയം അല്ലേ, വൈകിട്ടൊക്കെ വന്നിട്ട് അവർക്ക് ഒത്തുകൂടാനും അവരുടെ സൗഹൃദം പുതുക്കാനും അവരുടെ എന്താ പറയുക ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടോയെന്ന് ആ ഒരു അവസ്ഥക്കൊക്കെ മാനസികമായിട്ട് റിലാക്സ് കിട്ടാനൊക്കെ വലിയ രീതിയിൽ സഹായകമാകും. എന്നാൽ അങ്ങനെ ഒരു കാര്യത്തിനും കൂടി തുടക്കം കുറിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ അവര് തെറാപ്പിക്കാണ് വരുന്നത്. തെറാപ്പി കഴിഞ്ഞ് പോകുമ്പോ അവിടെ ഡിസ്ചാർജ് ആക്കുമ്പോഴും അവര് ഞങ്ങളെ ഡിസ്ചാർജ് ആക്കണ്ടെന്നാണ് പറയാ. അവർക്ക് ഇവിടെ ഇങ്ങനെ വരുന്നത് ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ എടുക്കണൊക്കെ രോഗികളാണ്. അവർക്കും അവരെ കൂടെ വരുന്നവർക്കും ഇവിടെ വരുമ്പോ ഒരു സന്തോഷാണ്. ഇവിടെ അങ്ങനെ കുറച്ച് ടൈം ചെലവഴിച്ചിട്ട് പോകും. തീർച്ചയായും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കിൻ്റെ ഉള്ളിലുണ്ട്, ഇവിടെ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിങ്ങളുടെ ആ പ്രവർത്തനം, നിങ്ങളുടെ അവരുമായിട്ടുള്ള ഇടപെടൽ എന്തുമാത്രം അവരുടെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് ഇനി അതിലും വലിയൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ സ്പീച്ച് തെറാപ്പി, സംസാര വൈകല്യമുള്ള കുട്ടികൾക്കൊക്കെ ഫിസിയോതെറാപ്പിയും പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ, ഞാൻ അറിയുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ, അവരുടെ പ്രിയതമൻ കൂടിയാണ്. അവരെ മുമ്പിൽ വെച്ച് തന്നെ ഈ വീഡിയോ ഇൻട്രോ എടുക്കണം എനിക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. നമുക്കിവരെ പരിചയപ്പെടേണ്ടതുണ്ട്. അവരെ ഭർത്താവിലൂടെ ഈ നാടിന് കിട്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു മാതൃകയാണ് ഇപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വിഷയം. അതായത് AP അസ്ലം സാഹിബിൻ്റെ നേതൃത്വം, അദ്ദേഹം മരണപ്പെട്ടിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. ഈ നാട്ടിലെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയുന്ന ഒരാൾക്കും തന്നെ അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ പല പല രീതിയിലുള്ള ഉപകാരങ്ങൾ അവരും അവരുടെ കുടുംബവും ആയിട്ട് ഈ നാടിനും നാട്ടുകാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും കാണാനും എല്ലാവരെയും മനസ്സിലാക്കാനും യഥാർത്ഥ അർഹരായിരിക്കുന്ന ആളുകൾ കണ്ടെത്തി അവർക്ക് അർഹമായത് ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം സമ്പന്നരുണ്ട്. അങ്ങനെയുള്ള സമ്പന്നരൊക്കെ മനസ്സിൽ ഇവരെ പോലൊക്കെയുള്ള ഈ ഒരു രീതി കടന്നു വരികയാണെങ്കിൽ ഒത്തിരി ആളുകൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് തന്നെ എനിക്ക് അഭിമാനമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. എത്ര ആളുകൾ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരം വാർത്തകളും സമൂഹത്തിലേക്ക് എത്തണം എന്നൊരു നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്തയായിട്ട് കടന്നു വന്ന് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അറിയിക്കുക എന്ന് ഓർമ്മപ്പെടുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ വാഗക, നിങ്ങൾ ഇവിടെ കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ പ്രസിഡന്റും കൂടി ആയിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മളെ പഴയ പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ മേലങ്ങാടി മഹലുമായി ബന്ധപ്പെട്ട ഇതിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ജനങ്ങളുമായിട്ട് ഇടപഴകിയ ഒരാളും കൂടിയാണ്. പല പല ആളുകളുടെയും പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊക്കെ ശ്രമിക്കാൻ ധാരാളം അവസരം കിട്ടിയവരാണ് പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഇവിടുത്തെ സേവനങ്ങളെ കുറിച്ച് പറയാൻ ഒരു പക്ഷേ നിങ്ങളായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളാണ്. അതായത് സാധാരണക്കാരന് 1 രൂപ ചിലവില്ലെങ്കിൽ കൂടെ
അത്യാധുനിക സൗകര്യങ്ങളാണ്. അങ്ങേയറ്റം എത്ര കോടിക്കണക്കിന് ഉറുപ്പിക ഐറ്റങ്ങള് അതെ 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 ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ചിലവാക്കുക. അവർ നയാപൈസ പോലും പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും ഓലെ അള്ളാന്റെ അടുത്തുള്ള ഇത് മാത്രമേ അവർക്ക് പ്രതീക്ഷയുള്ളൂ. തീർച്ചയായിട്ടും. അതിപ്പോ മുക്കോട് മൈദീന് ഇതിന്റെ വാർഷിക ഉദ്ഘാടനത്തിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞത് വെച്ചാല് ഇവരെ വല്യപ്പുണ്ടായിരുന്നു മാഷ് ടീച്ചർ മാഷ് ഇതിന്റെ ഒക്കെ കുട്ടിക്കാലത്ത് മൈദീൻ വളരെ സത്യമാണ്. ഒരു ബാഗില് ഇഞ്ചക്ഷനും സിറിഞ്ചൊക്കെ ആയിട്ട് വീണതിന് കയറി ഇറങ്ങിയിട്ട് ആളുകൾക്ക് അസുഖം ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ചു കൊടുക്കുക, വേണ്ട ശുശ്രൂഷിക്കുക, പനിക്കുള്ള ഇത് പ്രഥമ ശുശ്രൂഷ നൽകിയിട്ട് അങ്ങനെ ഓരോ വീട്ടിൽ നടക്കുകയാണ്. അങ്ങനെ ഇതുപോലെ സൗകര്യങ്ങളൊന്നുമില്ല. അവരെ മകനാണ്, അവരെ മകന്റെ അന്നത്തെ പ്രയത്നത്തിന്റെ കൊണ്ടാണ് ആ കുട്ടികള്, അവരെ മക്കള്, അസമിന്റെ കുട്ടികളും കുടുംബം അവരെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഇവിടെ എങ്ങനെയായിരുന്നു ആദ്യകാലത്ത് കുറുക്കന്മാരും പാമ്പും മേഞ്ഞിരുന്ന സ്ഥലമാണിത്. ഇവിടെ ഈ ലോക്കൽ കോലത്തിൽ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ നാട്ടിലും മഞ്ഞ നാട്ടിലൊക്കെ ജനങ്ങൾക്ക് അൽഹംദുലില്ലാഹ് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടി. ഇതിപ്പോ വേറെ നമ്മളൊരു ഇതുപോലുള്ള ഒരു ഫിസിയോതെറാപ്പി സെന്ററിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കൊക്കെ ഒരാൾക്കിട്ടുണ്ടാവും. കാരണം അത്രയും പ്രയാസമാണ്, പെട്ടെന്ന് സുഖമാവില്ല, ക്രമേണതായിട്ട് വരുള്ളൂ. അതിന് പെട്ടുള്ള സ്റ്റാഫും എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ഇതാക്കുന്നത്. അൽഹംദുലില്ലാഹ് വളരെ നല്ല പ്രവർത്തനമാണ് ഇവിടെ. അള്ളാഹു ഇതിലുള്ള പ്രതിഫലം എന്നും എത്തിച്ചു കൊടുക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. തീർച്ചയായിട്ടും പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മനസ്സുള്ള ആളുകളുടെ കയ്യിൽ തന്നെ സമ്പത്ത് വന്ന് എത്തിച്ചേരട്ടെ. കാരണം അങ്ങനെയൊക്കെയുള്ള സമ്പത്തുകളെ കൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചിന്തിക്കുന്നവർ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സാമ്പത്തികമായി സ്രോതസ്സുള്ള ആളുകൾക്ക്, അഭിവൃദ്ധി നേടിയ ആളുകൾക്ക് അവനവന്റെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നല്ലൊരു മാതൃകയും കൂടെയാണ് ഈ നമ്മൾ നാടിന് തന്നെ ഈ കുട്ടികൾ ഇവിടെ വില കൊണ്ട് അറ്റാണ് നമ്മുടെ നാട്. പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. കൽപ്പകഞ്ചേരി എന്ന് പറഞ്ഞാല് ഇവിടെ പരിസരത്തുള്ള ഇതിനെ സംബന്ധിച്ച് പട്ടിണിയും വയറും ഇല്ലാത്തൊരു സ്ഥലം കൽപ്പകഞ്ചേരിയാണ്. ഇത് എവിടം കൊണ്ടാണ്? ഈ ആനപ്പടിക്കൽ കുടുംബം കൊണ്ടാണ്. തീർച്ചയായും അവരെ കൊണ്ടുള്ള ഒരക്ഷത. കാരണം അത്രയും ഒരാൾ ചെന്നിട്ട് ബെർത്ത് ഇറക്കി പോരണ്ട, പ്രയാസങ്ങൾ ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വല്ലത് അന്വേഷിച്ചിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. ഓരോന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ. അതാണ് ഈ കുടുംബത്തിന്റെ പ്രത്യേകത. അൽഹംദുലില്ലാഹ് ഇതിനുള്ളേ ഇത് നമ്മളെന്നും അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇതിനുള്ള പ്രതിഫലം അവർക്കും ഒരു കുടുംബങ്ങൾക്കും കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന എന്നും പ്രാർത്ഥനയിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, ജാതിമത ഭേദം തന്നെ എല്ലാവരും അവർക്ക് വേണ്ടി യാതൊരു ചിന്ത അവർക്കില്ല, ഒരു വസ്തുവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അവർക്ക് ധാരാളം വന്നോണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, സന്തോഷം. നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഒരു 4 മാസമേ ആയുള്ളൂ. അപ്പോൾ മോളെ ട്രീറ്റ്മെൻറ്റിന് ഏകദേശം നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായതും ഇവിടെ വെച്ച് തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം മോൾ നിൽക്കാനോ നടക്കാൻ, അതായത് കാല് വെച്ച് നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഈ സെൻറ്ററിനോട് നമുക്ക് തീരാത്ത കടപ്പാടും കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ അവരെ ഇങ്ങനെ ഏറ്റെടുത്ത് ഇത്രയും ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കുറേ ദൂരെ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് മോള കാര്യങ്ങളിൽ ഒരു ഇമ്പ്രൂവ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ അല്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം എല്ലാം കൊണ്ടും അവൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും എടുക്കാൻ പോലുള്ള ഒരു കഴിവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു കഴിവും കാര്യങ്ങളും കിട്ടി. സ്വന്തമായിട്ട് ആ 2 കാലുമേലും അവൾക്ക് നിൽക്കാനുള്ളൊരു ഇതായി വന്നതാണ്. പിന്നെ കാല് വെച്ച് നടക്കുക എന്നുള്ളതാണ് അവൾ ആകെ ആഗ്രഹം. സ്റ്റാഫുകളെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ്. കാരണം നല്ലൊരു എന്താ പറയാ, ഒരു ഡോക്ടർ എന്നുള്ള നിലപാടല്ല, അതിനേക്കാളും അവര് കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലും ബാക്കിയുള്ള ഒരു സഹോദരി എന്നുള്ള രീതിയിലും ഒക്കെയാണ് അവര് നമ്മളെ ട്രീറ്റ് ചെയ്തെന്നൊക്കെ അങ്ങനെയാണ്. പിന്നെ കയ്യിൽ നിന്ന് എത്ര സ്ലോട്ട് ഇട്ടുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്താ തെറാപ്പികളും കാര്യങ്ങളും ഇമ്പ്രൂവ് ആവാനുള്ള ഇനിയും അവരുടെ അതായത് ടൈം ഇവിടെ കുറവാണ്. കാരണം കുട്ടികൾ അധികം ഉള്ളത് കൊണ്ട്. എന്നാലും അവർ മാക്സിമം ടൈം ഒപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും പരിപാലിക്കുന്നതിൻ്റെ കൂടെ നമ്മളെ കുട്ടീനെയും പരിപാലിച്ചുകൊണ്ട് തന്നെ ഇമ്പ്രൂവ് ആക്കി എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം എത്ര മാസം ഉണ്ടാവുമെന്നോ അങ്ങനെയൊന്നും ഇതില്ല. പക്ഷെ കഴിവിൻ്റെ പരമാവധി അവർ നോക്കിയെടുത്തോളം ഈ ഒരു 4 മാസം കൊണ്ട് മോള് ഡെവലപ്പായി വന്നു, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം സ്പീച്ചിൻ്റെ കാര്യങ്ങൾ ആദ്യം ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്, സ്പീച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ എന്താ ഇത്രയും പറയാനുള്ളൂ. പിന്നെ ഈ സ്ഥാപനത്തിലുള്ള എല്ലാവരോടും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളെ ഏറ്റെടുത്ത് സ്ഥാപനം ഇത്രയും എത്തിച്ചതിൽ പടച്ചോൻ്റെ അനുഗ്രഹം അവർക്ക് ഉണ്ടാവട്ടെ എന്നും
തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയാണ് വേണ്ടത്. ഞാൻ എന്തായാലും ഓൾറെഡി നാട്ടുകാരനായതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ നന്മയായ പ്രവർത്തനം പരമാവധി സമൂഹത്തിൽ എത്തിക്കാൻ നമ്മൾ നന്മനെ സമൂഹത്തിൽ കൊണ്ടുവരുന്നില്ല, മറ്റുള്ളവർക്ക് അത് പ്രോത്സാഹനം പ്രചോദനം. ഇത്തരം കാര്യങ്ങൾ നമുക്കും ചെയ്യാലോ എന്ന് 4 പേർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത്രയും ഉപകാരം മറ്റുള്ളവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഓക്കെ, നമ്മൾ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടതാണ് ലക്ഷദ്വീപില് ചക്കര എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അവിടെ ഈ ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അവരെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നതാണ്. പക്ഷെ അവിടെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നടത്തുന്നത് തന്നെ കുറെ ഡിസേബിൾ കുട്ടികൾ തന്നെ, അതായത് മുതിർന്ന കുട്ടികളുണ്ട്, അവര് നടത്തുന്ന സ്ഥാപനമാണ്. അവരെ കയ്യിലുള്ളതും പിന്നെ അവരെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതും ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അവർക്ക് ഒരു വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ അതുമില്ല. പിന്നെ അവിടെ ആയിരുന്നു ഫസ്റ്റ് ടൈം നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തായിരുന്നു നിന്നത്. പക്ഷെ ഡോക്ടർമാരെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് കിട്ടേണ്ടതുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ഇങ്ങോട്ട് കയറി. നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അവിടെയുള്ള കുട്ടികൾ അവരെ കൊണ്ട് സാധിക്കുന്ന അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇവരെ സമയത്ത് ഇവർക്ക് സാമ്പത്തികമായിട്ട് പഠിച്ചവൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതിനനുസരിച്ച് ഇവർ നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അതനുസരിച്ച് പഠിച്ചവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഈ APSLMന്റെ ബാക്കി, കാരണം ഈ റീഹാബിലിറ്റേഷൻ സെന്റർ അല്ലാണ്ട് വേറെ കുറെ ചാരിറ്റബിൾ ആയിട്ടുള്ള ഇതൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് അറിയപ്പെടുന്നത്. ആ ഒരു ഇതിനെ പഠിച്ച് ഉയർത്തി കൊടുക്കട്ടെ. ഓക്കെ, നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഒരുപാട് സന്തോഷം. മോൾക്കൊക്കെ സുഖമായിട്ട് മോള് നന്നായിട്ട് പാട്ട് പാടാനും നന്നായിട്ട് പഠിക്കാനും വൈകുന്നേരം ഓടിക്കളിക്കാനും സാധ്യതയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ചേച്ചി എവിടെയാണ് വീട്? എവിടെ? ഭാര്യത്ത്. അവിടെ നിന്നാണ് വരുന്നത് അല്ലേ? ഇതാരാണ്? ഭർത്താവാ? ഓക്കെ. എന്താണ് മോനക്ക് വേണ്ടിയിട്ട് വന്നാണോ? മോൻ്റെ പേരെന്താ? ഓൻ പറഞ്ഞേ. ഓക്കെ. ഇവിടെ വന്നതിന് ശേഷം അവൻ പറഞ്ഞു തുടങ്ങിയാണ്. അവനക്ക് എന്താ സംസാരത്തിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ സ്പീച്ച് തെറാപ്പി ഇല്ലല്ലോ. 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാലും മറ്റൊരു സെൻസറും സൈക്കോളജിയും കൊണ്ട് അവൻ ഒരുവിധമൊക്കെ മാറ്റങ്ങൾ. അല്ല, ഇവിടെ സ്പീച്ച് തെറാപ്പിന്റെ ആള് ലീവിൽ വരും, അതിനുള്ള തയ്യാറെടുപ്പിലാണ് തോന്നുന്നുണ്ട്. അങ്ങനെ അറിയാൻ കഴിയും. കുറെ ഈ ലീവായിട്ട് വരുമെന്ന് പറഞ്ഞു. നമുക്ക് പുറത്ത് പോയിട്ട് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. വലിയ സാമ്പത്തികമായ ചെലവാണ് അല്ലേ? നല്ല ചെലവാ. സ്പീച്ചിന് നല്ലൊരു പൈസ ഉണ്ട്. അതെ. ഇവിടുത്തെ ഈ സൗകര്യങ്ങളെ കുറിച്ചും ഇവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? നല്ല ആൾക്കാരാണ് എല്ലാവരും. എന്തിനും ഹെൽപ്പാണ് അവരൊക്കെ. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് ഇവിടെ വന്നിടത്തോളം നല്ലൊരു തന്നെയാണ്. മോനാണെങ്കിലും അതെ, അവന് നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഞങ്ങളിപ്പോ ഫെബ്രുവരി മോനെ എന്തൊക്കെ എന്നോട് പറയുന്നുണ്ട് കൊച്ചു പറഞ്ഞാ? ഒരു ഹായ് അടിക. ഹായ്. അടിപൊളി. എനിക്ക് കുറവായി. ഫെബ്രുവരി തൊട്ടിട്ടാണ് ഞങ്ങൾ വരാൻ തുടങ്ങി. ഫെബ്രുവരി തൊട്ടിട്ട്. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ലീവ് ആണിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഞാനായിട്ട് ലീവ് എടുക്കണതാണ്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് ആളുകൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ 1-ാം വർഷം ഞാൻ ഇന്ന സമയത്തോളം ഇതിൻ്റെ തറക്കല്ലിടുന്ന കാലം മുതൽ ഉള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തറക്കല്ലിടുന്നത് മുനവറലി ശിഹാബ് തങ്ങളായിരുന്നു പാണക്കാട്. അപ്പോൾ അന്ന് മുതൽ പിന്നെ അതിൻ്റെ ഉദ്ഘാടനം 1 വർഷം മുമ്പുള്ള ഇപ്പോൾ അതിൻ്റെ വാർഷികമാണ്. അപ്പോൾ ആ വാർഷികത്തിലും വരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വന്ന് പെട്ടെന്ന് പോകണമെന്ന് കരുതിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഈ സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കണ്ടിട്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളെ കണ്ടിട്ട് നമുക്ക് എങ്ങനെ മടങ്ങി പോകാൻ പറ്റും? അപ്പോൾ അത് എന്തായാലും സമൂഹത്തിലേക്ക് എത്തിക്കണം. കാര്യം നമ്മൾ ചെറിയ നന്മകളായ കാര്യങ്ങൾ കൂടുതൽ പറയുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരിക. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടല്ലോ, പെട്ടെന്ന് ചാടി പുറപ്പെട്ടതിലേക്ക് പോകും. അപ്പോൾ അത്ര നന്മയുള്ള അവര് ഏട്ടനും അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. അങ്ങനെ പ്രയാസം. മോനുണ്ടായപ്പോ എന്താണ് അവൻ 3 വയസ്സ്, ഞാൻ കുറച്ച് 2 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ സംസാരിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്നു. പിന്നെ 3 വയസ്സായപ്പോഴും അവൻ സംസാരിക്കാൻ തുടങ്ങണില്ല. ചെറിയ വാക്കുകളെ പറയുള്ളൂ. പിന്നെ എത്ര വയസ്സായി? അവൻ 5 വയസ്സായി. 5 വയസ്സായി. അത് ശരിക്കും 1-ാം ക്ലാസ് ചേർക്കാറായി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം LKG ഇരുത്തി. പക്ഷെ അവര് അത് പഠിക്കാനൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വർഷം ഇരുന്നോട്ടെ പറഞ്ഞിട്ട് LKG ഇപ്പോഴാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പൊ എഴുതാനും പഠിക്കാനും അവന് പറയാൻ പറ്റില്ല. ചില പഠിക്കാന്നുള്ളൊരു ഉത്സാഹം അവന് പഠിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ അവൻ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നു. ഒരു കുഴപ്പമില്ല. എന്തായാലും ദൈവം സഹായിക്കട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മോനെ നന്നായിട്ട് സംസാരിച്ച് നല്ല പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ നന്നായി പഠിച്ചു മിടുക്കനായിട്ട് വളരാൻ സാധിക്കട്ടെ. അതുപോലെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ആ കൂട്ടത്തിൽ നിങ്ങളുടെ മകനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഈ കുടുംബത്തിനും ഇതിന്റെ പിന്നണി പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവിടുത്തെ സ്റ്റാഫുകൾ, അപ്പോൾ അവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം അങ്ങനെയൊക്കെയുള്ള നന്മ ഉള്ള മനസ്സിലുള്ള ആളുകൾക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകണം. അപ്പോഴേ നമ്മൾ സഹായിക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വേണ്ടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ഒരുപാട് സന്തോഷം. പറ്റിയോ?
പോട്ടെ, ഒരു ടാറ്റ പോകണം. ഓക്കെ താങ്ക് യു. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ. ഇവരെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ അഭിപ്രായം പറഞ്ഞത്. നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഞങ്ങളോട് പറയുന്നില്ല, അത് പ്രേക്ഷകർ എന്തായാലും കേട്ടോളൂ. എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ അവർ ആദ്യം കേൾക്കട്ടെ. അപ്പോൾ ശരി, ഓക്കെ. നല്ല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേട്ടു. ഇവരെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നെഗറ്റീവുകളൊന്നും പറഞ്ഞില്ല. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതുപോലെ എന്താ പറയുക, തീരെ താഴ്ന്ന ലെവലില് സാമ്പത്തികമായി നമുക്ക് വേറൊരു സെന്ററിലോ ഹോസ്പിറ്റലിലോ പോയിട്ട് ഡെയിലി ഇത്ര എമൗണ്ട് ഫിക്സഡ് എമൗണ്ട് കൊടുത്ത് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് അത്യാധുനികമായ എല്ലാ മെഷീൻസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഷ്യൻസിന്. അതിൽ ഇന്നതെന്നൊന്നുമില്ല. കൂടുതലും നമ്മൾ ന്യൂറോ കേസസ് എടുക്കുന്നുണ്ട്, ഓർത്തോ എടുക്കുന്നുണ്ട്, അതുപോലെ പീഡിയാട്രി നോക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രോഗ്രസ് കാണുന്നത് വരെ നമ്മൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പ്രോപ്പർ ഇപ്പം ഇത്ര മന്ത് കഴിയുമ്പോൾ പ്രോപ്പർ ഇവാലുവേഷൻ കാര്യങ്ങളും ചെയ്ത് വീണ്ടും ബാക്കിയുള്ള ഗോൾ സെറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വരുന്ന പേഷ്യൻസിനെ നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് റിലീഫ് നൽകി വിടുന്നുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. ഞാൻ ആദ്യം സംസാരിച്ചത് ആരോട്ടാണെന്നറിയാം, ഒരു ചെറിയൊരു മോനെ, ഒരു 2.5 വയസ്സാണെന്ന് തോന്നുന്നു പ്രായം. ആ കുട്ടീൻ്റെ ഉപ്പയും ഉമ്മയുണ്ട് കൂടെ. അപ്പോൾ അവരായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ആ കുട്ടി ഇവിടെ വന്നതിന് ശേഷമാണ് നടക്കാൻ തുടങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ അവരെന്നോട് നിങ്ങളെ പറ്റി നല്ല ഗുണപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം അവരൊക്കെ ആയിട്ട് സംസാരിക്കണമെന്ന് നിങ്ങളുടെ അടുത്ത് വരാൻ പറയും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ വീട് എവിടെ? എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ കൽപ്പഞ്ചേരിക്കാരനാണ്, ഇതിൻ്റെ അയൽവാസിയും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഈ ആനപ്പടിക്കൽ ഫാമിലിയെ കുറിച്ച് എനിക്കറിയാം. കാരണം എനിക്ക് ഒരുപാട് വർണ്ണിക്കാനുണ്ട്. ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് വർണ്ണിക്കാൻ മടി കാണിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ നന്മ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ നന്മ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കും തന്നെ ഇതിൽ ഒരുപാട് അഭിമാനമാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ മനസ്സിൽ ഏകദേശം സങ്കല്പിച്ച കാര്യങ്ങളാണ്. അതിപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന പലതിനും അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ പലപ്പോൾ ഉണ്ടല്ലോ. ചുമ്മാ കിട്ടുന്നല്ല, കിട്ടിയതിട്ട് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോകുന്നില്ല. അങ്ങനെ ആയിപ്പോയി നമ്മൾ. പക്ഷേ അവിടെ നിങ്ങൾ തന്നെ പറയുന്നു, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഓൾറെഡി അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സംസാരത്തിലൂടെ അത് വ്യക്തമായി എന്നാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത്? മറ്റുള്ളവരിലേക്ക് എന്താണ് ഇപ്പം ഫിസിയോതെറാപ്പി എന്നുള്ളതായാലും എന്താണ് അവർക്കൊരു മെന്റൽ സപ്പോർട്ട് വേണ്ടതെന്നുള്ളത് നമ്മൾ എത്തിക്കുക. ഓക്കെ, ഇപ്പൊ ഫിസിയോതെറാപ്പി നമ്മൾ കുറെ എക്സസൈസ് കൊടുത്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു പറഞ്ഞിട്ട് മാത്രം അത് റെഡി ആവില്ല. അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് നമ്മൾ സൈക്കോളജി ബേസിൽ തന്നെ കൊടുക്കണം. കമ്പൈൻഡ് ആകുമ്പോൾ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അതേപോലെ സംസാരശേഷി നഷ്ടപ്പെടുന്നവരുണ്ടാകും, അവൾക്ക് സ്പീച്ച് തെറാപ്പി നമ്മൾ കൊടുക്കണം. അപ്പം എല്ലാം കൊണ്ട് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പി, സൈക്കോളജി, സ്പീച്ച്, ഇങ്ങനെ എല്ലാം കൂടിയ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ്. അതിൽ പർട്ടിക്കുലർ നമ്മൾ ഒരെണ്ണം മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല. പിന്നെ ഇവിടെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഒരു രീതിയിലും മാറ്റി നിർത്താതെ എല്ലാത്തിലും അവരുടെ കൂടെ നിന്ന് എല്ലാം അവരുടെ സങ്കടങ്ങളായാലും വിഷമങ്ങൾ വർത്താനം പറയുകയാണെങ്കിൽ അങ്ങനെ സംസാരിച്ച് ഒരു മൈൻഡ് റിലാക്സ് ചെയ്ത് എക്സസൈസ് കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാന്ന് തോന്നാത്ത വിധം അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നൽകി അങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കുട്ടികളുടെ കലാപരിപാടിയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാനവിടെ പ്രത്യേകം ശ്രദ്ധിച്ചൊരു 2 കാര്യമാണ്. ഒന്ന്, അവരുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അവർക്കത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കൂടെ നിന്ന് അവർ വേദിയിലാണ് ഇരിക്കുന്നതെങ്കിൽ സദസ്സിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. കുട്ടികളെക്കാളേറെ ഒപ്പന കളിക്കുന്നവരോ പുറത്തുള്ള അമ്മമാരാണ്. അതുപോലെ തന്നെ അവരെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യൂണിഫോം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ സജീവമായിട്ട്. അപ്പോൾ ഒക്കെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം പ്രധാനം തന്നെയാണ്. ഒരു മനുഷ്യന് ഒരു തളർച്ചയിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മാനസികമായ കരുത്താണ്. നമ്മൾ ആദ്യം വിശ്വസിക്കണം, എനിക്കിതിന് സാധിക്കും എന്നൊരു ഒരു കരുത്ത് നൽകാൻ കൊണ്ട് സാധിക്കും. അതിന് സൈക്കോളജി ഒരു വിഭാഗമൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും റിസൾട്ട് വരിക. അപ്പോൾ ഓക്കെ, ഒരുപാട് സന്തോഷം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ഇനിയും തുടർന്ന് പോകാൻ പറ്റാത്ത ഇവരൊക്കെ പറഞ്ഞത് വെച്ചാൽ ആദ്യം വന്ന ആളെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ആദ്യം വന്ന ആൾ ഇയാളെന്ന്. അപ്പം ആദ്യം വന്ന ആളോട് സംസാരിക്കാൻ തരും. നമ്മളിവിടെ 2025 ജനുവരി 21 സ്റ്റാർട്ട് ചെയ്തത്. അന്നായിരുന്നു ഫസ്റ്റ് ഇവിടെ നമ്മൾ ഒരു ക്യാമ്പ് വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അന്ന് മുതൽ 2026 ജൂലൈ ആയി. അപ്പൊ ഒരു വർഷവും കറക്റ്റ് 7 മാസവും ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അത് ഇപ്പം എന്താ പറയാ, അത് വന്ന ടൈമിലുള്ളതിനുള്ള ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേഷ്യൻസ് അറിഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് സ്റ്റാഫായി വന്നപ്പോൾ ജസ്റ്റ് 2 സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പുറമെ നല്ല അഭിപ്രായമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പുറമെ നല്ല അഭിപ്രായം ആയതുകൊണ്ട് തന്നെയാണത് കൂടുതൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് നമുക്ക് വേണം. പക്ഷേ ചിലർക്ക് ചില ഭാഗ്യം കിട്ടും. ഇങ്ങനെയുള്ള നന്മയുള്ള കാര്യങ്ങളിൽ സർവീസ് ചെയ്യാനുള്ള അവസരം.
അത് വലിയൊരു ഭാഗ്യമായിട്ട് എൻ്റെ വിശ്വാസം അങ്ങനെ കേട്ടോ. നിങ്ങളെ സേവനം ഒത്തിരി നന്നായി എന്നുള്ള അഭിപ്രായമാണ്. ഞാൻ ഇപ്പോൾ പറയുന്നു, ഒരാൾ എന്നോട് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ സംസാരിച്ച ഒരു കുട്ടിയും എന്നോട് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ സ്റ്റാഫുകളെക്കുറിച്ചും ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. താങ്ക് യു.